കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരിക. നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന, നമ്മുടെ തീരുമാനം, നമ്മുടെ ആഗ്രഹം എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കർത്താവ് സാധിച്ചതാ, എന്നിട്ട് ഞാൻ കർത്താവിൽ ആനന്ദിക്കാം. ഞാൻ ചോദിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ ആവശ്യങ്ങളൊക്കെ നീ സാധിച്ചു തരുവാണെങ്കിൽ ദൈവം ഞാൻ സന്തോഷിക്കാം, ഞാൻ നിന്നിൽ ആനന്ദിക്കാം എന്ന് പറയുകയും അത് അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. മത്തായി 6:31 വായിക്കുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്നത് പോലെ ആദ്യം കർത്താവിൽ ആനന്ദിക്കുക. ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, തിക്താനുഭവങ്ങളുടെ, തിരസ്കരണ അനുഭവങ്ങളുടെ, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളുടെ, രോഗാവസ്ഥകളുടെ ഒക്കെ നടുവിൽ നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ ഈ ലോകം സമ്മാനിക്കുമ്പോൾ അതിന്റെ നടുവിൽ ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ അത്ര കണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതത്തിന് സാധ്യമാവുകയുള്ളൂ. അപ്പൊ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്.